ശ്രീമതി മനോഷി സിൻഹ ജി, ശ്രീ കേണൽ ഡെന്നി എന്നിവരെ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. മാധ്യമങ്ങളിലെ ദേശവിരുദ്ധർ എന്ന സെമിനാർ ആരംഭിക്കുന്നു. ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കാൻ ശ്രീ അനിൽ പ്ലാവോടിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൻ്റെ സെമിനാറിൻ്റെ രണ്ടാമത്തെ സെമിനാർ 12 മണി മുതൽ 1:30 വരെയുള്ള സെക്ഷനാണ്. അതിൽ മാധ്യമങ്ങളിലെ ദേശവിരുദ്ധർ ഇതാണ് വിഷയം. അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെടുത്താം. ശ്രീ ജി കെ സുരേഷ് ബാബു, അദ്ദേഹം ജനൻ ടി വിയുടെ മുൻ എഡിറ്ററാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളൂ. ശ്രീ ബ്രഹ്മചാരി ഡോക്ടർ ഭാർഗവറാം, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പൊതുപ്രവർത്തന രംഗത്ത് വളരെയധികം പരിചിതനായ അദ്ദേഹം ചേങ്കോട്ടുകുളം ശ്രീരാമദാസ ആശ്രമത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സ്വാമിയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളു. ശ്രീമതി മനോഷി സിൻഹ, എഴുത്തുകാരിയ, പ്രഭാഷക. കാവ്യവാളുകൾ എന്ന കൃതി ആമസോൺ ബെസ്റ്റ് സെല്ലറാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തെപ്പറ്റിയും നമ്മുടെ സനാതന ധർമ്മത്തെപ്പറ്റിയും നമ്മളെ പഠിപ്പിച്ച ഒരു മഹതി കൂടിയാണ്. മാഡം, ഹോൾ ഹാർട്ട്ലി ഇൻവൈറ്റ് യു ടു ദ സ്റ്റേജ്. അടുത്തതായി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ഇന്ത്യയുടെ കാവൽ ഭടൻ. നമ്മുടെ ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹത്തെ വളരെയധികം നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെയാണ്. കേണൽ ഡിന്നി. അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ മാനം കാക്കാൻ പട്ടാളക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരെയും ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും, സംവദിക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീ ജെ കെ സുരേഷ് ബാബുജി ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബ്രഹ്മചാരി ഭാർഗവറാം, ശ്രീമതി മനോഷി സിൻഹ, കേണൽ എസ് ഡിന്നി, ശ്രീമതി മനോഷി സിൻഹ ഒഴികെ ബാക്കി രണ്ടുപേരും സ്ഥിരമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ഇതേ വിഷയങ്ങളെക്കുറിച്ച് തന്നെ സംവദിച്ചുകൊണ്ടിരുന്നവരാണ്. ജനൻ ടി വിയിലെ ചർച്ചകളിലും പുറത്തും ഒക്കെ ഈ വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ പൊതുരംഗത്ത് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം. ഈ 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ച മുമ്പ് കൊച്ചിയിലൊരു
കോൺക്ലേവ് നടക്കുകയുണ്ടായി. കോൺക്ലേവിൻ്റെ പേരുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. കട്ട് ദ സൗത്ത് എന്നായിരുന്നു ആ കോൺക്ലേവിൻ്റെ പേര്. ദ ന്യൂസ് മിനിറ്റിൻ്റെ മലയാളി പത്രപ്രവർത്തകയായ ധന്യ രാജേന്ദ്രൻ്റെ ചുമതലയിൽ കേരള മീഡിയ അക്കാദമിയും പത്രപ്രവർത്തക യൂണിയനും പിന്നെ കാനഡയിൽ നിന്നുള്ള ഒരു മാധ്യമ സ്ഥാപനം, ഇവരുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൊച്ചിയിൽ ഈ കോൺക്ലേവ് നടന്നത്. അപ്പോൾ ഈ പേര് കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്, കട്ട് ദ സൗത്ത്. അപ്പോൾ ഈ കട്ട് ദ സൗത്ത്, തുക്കടെ തുക്കടെ ഇന്ത്യ, ബ്രേക്കിംഗ് ഇന്ത്യ തുടങ്ങിയ കുറേ ടൂൾ കിറ്റ്സ്, കുറേ സങ്കേതങ്ങൾ, കുറേ ഈ തരത്തിലുള്ള കാമ്പയിനുകൾ കേരളത്തിലും ഭാരതത്തിലുടനീളവും നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കട്ട് ദ സൗത്ത് എന്ന് പറയുന്ന സെമിനാർ വരുന്നത്. ഈ സെമിനാറിൻ്റെ ടൈമിംഗ് വളരെ ശ്രദ്ധേയമായിരുന്നു. G20 മീറ്റിങ്ങിന്, കോട്ടയത്തെ ജയ്പൂരിലെ മീറ്റിങ്ങിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ മീറ്റിങ്ങും ഇവിടെ നടത്തിയത്. ഒരു മാധ്യമപ്രവർത്തനം, ഞാൻ 87 മാധ്യമപ്രവർത്തനത്തിൽ വന്നതാണ്. 98 മുതലാണ് ഞാൻ ഈ വർഗീയത, കേരളത്തിലെ വർഗീയത, ഇസ്ലാമിക ഭീകരത, ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അരുൺകുമാർ സിൻഹ ജൂനിയർ എന്ന് പറയുന്ന, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള മലപ്പുറം SP ആയിരുന്ന അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ISIയുടെ ഡോക്യുമെന്റ്സ് പിടിച്ചെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതായിരുന്നു. എന്താണ് ഇസ്ലാമിക ഭീകരർ ശ്രമിക്കുന്നത്? ഇസ്ലാമിക ഭീകരരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ 2 ആക്കുക, അല്ലെങ്കിൽ 4 ആക്കുക, 6 ആക്കുക. പാകിസ്ഥാന് പകരം നിരവധി പാകിസ്ഥാനികൾ ഹൈദരാബാദിലും ജുനഗഡിലും മലപ്പുറത്തും കർണാടകത്തിലെ സൂറത്ത് കല്ല് ബേസ് ചെയ്ത്, കർണാടകത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ, മഹാരാഷ്ട്രയിൽ, ഇങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ സ്വതന്ത്ര ഇസ്ലാമിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കുക എന്ന പാക് ചാരസംഘടനയായ ISIയുടെ പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യം ശിരസാവഹിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണവും ഇറച്ചിക്കഷ്ണവും പറ്റിക്കൊണ്ട് കേരളത്തിലും ഭാരതത്തിലുടനീളം ഇസ്ലാമിക ഭീകരർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അരുനിൽക്കാനും കുടപിടിക്കാനും അവർക്ക് വേണ്ടി പ്രചരണം നടത്താനും ഒരുപറ്റം മാധ്യമപ്രവർത്തകർ ഇന്ന് കേരളത്തിൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു കട്ട് ദ സൗത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. കട്ട് ദ സൗത്ത് എന്ന് പറയുന്ന വാക്ക് ഓൺലൈൻ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും അദ്ദേഹം പ്രയോഗിക്കാൻ തയ്യാറായില്ല. അത് ഭരണഘടനാപരമായ ബാധ്യത കൊണ്ടാണ്. പക്ഷേ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരുടെയും ഏക സംഘടനയായ പത്രപ്രവർത്തക യൂണിയൻ എന്തുകൊണ്ട് കട്ട് ദ സൗത്ത് എന്ന് പറയുന്ന സെമിനാറിൽ പങ്കെടുത്തു? ഒരു പത്രപ്രവർത്തകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് സൗത്ത് എന്നുള്ള ആ വാക്കല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കട്ട് സൗത്ത് എന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം അഭിമുഖീകരിക്കുന്ന മേഖലയായിട്ട് പത്രപ്രവർത്തക രംഗം ഇന്ന് മാറിയിരിക്കുന്നു. ഒരു ചാനലും ഒരു പത്രവും വ്യത്യസ്തമല്ല. നേരത്തെ ഒരു മേനോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭീകരവാദികളുടെ പണം പറ്റിയിട്ട് കേരളത്തിൽ അവർക്ക് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പേരിൽ പ്രവർത്തനം നടത്താനെന്നെങ്കിൽ ഇന്ന് നിരവധി മേനോന്മാരും നിരവധി നായന്മാരും നിരവധി ചോകവന്മാരും മാത്രമല്ല, പട്ടികജാതിക്കാരൻ വരെയുള്ള സമസ്ത ജാതിക്കാരെയും വിലക്കെടുക്കാൻ ഇസ്ലാമിക ഭീകരർക്കും ഭീകരവാദികൾക്കും കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് കാപ്പന്റെ പ്രശ്നം വരുന്നത്. കാപ്പൻ ഹാത്രാസിൽ പോയത് പത്രപ്രവർത്തനത്തിനാണെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്.
കാപ്പൻ എന്ത് പത്രപ്രവർത്തനമാണ് നടത്തിയിരുന്നത്? കാപ്പൻ ഒരു പത്രപ്രവർത്തനവും നടത്തിയിരുന്നില്ല. അവസാനം കാപ്പൻ കോടതിയിൽ കൊടുത്തതും മൊഴി കൊടുത്തതും അഴിമുഖം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയ്ക്ക് വേണ്ടിയാണ് കാപ്പൻ പ്രവർത്തിച്ചിരുന്നതെന്നാണ്. കാപ്പൻ അവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് യഥാർത്ഥത്തിൽ പത്രപ്രവർത്തകൻ എന്ന മുഖം മൂടി കൊടുത്തിട്ട് ഭീകരപ്രവർത്തനം നടത്താൻ അനുവാദം കൊടുക്കുകയും അതിനോടൊപ്പം കൂട്ടുനിൽക്കുകയുമാണ് കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനും ആ കാപ്പനെ പിന്തുണച്ച എല്ലാവരും ചെയ്തത്. ഇത് ജനൻ ടി വിയിൽ ചർച്ച നടത്തിയപ്പോൾ ഇത് തുറന്നടിച്ചതിനാണ് നമുക്ക് സംഘിപ്പട്ടം പ്രശ്നമല്ല, വർഗീയവാദിയാണ് നിങ്ങൾ, പത്രപ്രവർത്തനത്തിലെ ജനാധിപത്യത്തിനെതിരായാണ് സംസാരിക്കുന്നതും സംവദിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നായിരുന്നു വിമർശനം. ഇപ്പോ കാപ്പന്റെ വാട്സാപ്പ് പോസ്റ്റുകൾ മുഴുവൻ UP പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെടുത്തിരിക്കുന്നു. ആ റിട്രീവ് ചെയ്ത അല്ലെങ്കിൽ അവർ നശിപ്പിച്ചത് തിരിച്ചെടുത്ത വാട്സാപ്പ് സന്ദേശങ്ങളിൽ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുമായി കാപ്പൻ നടത്തിയ വാട്സാപ്പ് ചാറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് മാത്രം മതി കാപ്പന്റെ ഭീകര സംഘടനാ പ്രവർത്തനത്തിന്റെ ബന്ധം പുറത്തു വരാൻ. ഇന്ന് പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന നേതാക്കൾ ഇക്കാര്യത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും ഒറ്റ സംഘടനയായിരുന്നു, ഒറ്റ സംഘടന. അവിടെ ഇതുവരെ ഈ തരത്തിലുള്ള സംഘടനകൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ചില സമയത്തൊക്കെ നട്ടല്ലില്ലായ്മ കാണിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ വന്നപ്പോ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയവർ തയ്യാറായില്ല. അന്ന് VM കൊറാത്ത് എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന VM കൊറാത്തിന്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയത്. അവരെ ലാത്തിച്ചാർജ് ചെയ്തു. മിസ അനുസരിച്ചത് അറസ്റ്റിലായ പത്രപ്രവർത്തകർ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു. മാതൃഭൂമിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന പി രാജന്റെ അച്ഛൻ ദീനബന്ധുവിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇന്ദിരയുടെ അടിയന്തരം എന്നൊരു ലേഖനം എഴുതി കരുണാകരൻ അയച്ചു. കരുണാകരൻ ഇത് വായിച്ചു നോക്കിയിട്ട് ദീനബന്ധു പത്രാധിപരായിരുന്ന എൻ്റെ ആളിന്റെ മകനാണ്, അതുകൊണ്ട് അത് വിട്ടേക്കെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് പിന്നീട് ചെയ്തത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി ഇന്ദിരാഗാന്ധിക്കും പാർലമെന്റിലെ മുഴുവൻ MP-മാർക്കും പോസ്റ്റിൽ അയച്ചു കൊടുത്തു. അവിടെ കിട്ടി. 1 മണിക്കൂറിനകം ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ വന്നു, അദ്ദേഹത്തെ മിസ്സ അനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ. മിസ്സ അനുസരിച്ച് അടിയന്തരാവസ്ഥ കാലം മുഴുവൻ പി രാജൻ ജയിലിൽ കിടന്നു. അന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാനോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ സംഘടിപ്പിക്കാനോ ഒന്നും കാര്യമായ ഒരു പ്രവർത്തനവും പത്രപ്രവർത്തക യൂണിയൻ ചെയ്തില്ല. ആർക്കും പരാതിയില്ല, ജീവനിൽ കൊതിയുണ്ടാകാം. പക്ഷേ അന്ന് കേരള കൗമുദി മുഖപ്രസംഗത്തിന്റെ കോളം ബ്ലാങ്കറ്റ് പോയ പത്രമാണ് കേരള കൗമുദി. ആ തരത്തിലുള്ള നട്ടല്ലില്ലായ്മകൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഭീകര സംഘടനകളുടെ കൈകളിലേക്ക് ഈ പ്രസ്ഥാനം പോയിരുന്നില്ല. ഇന്ന് പത്രപ്രവർത്തക യൂണിയൻ പൂർണ്ണമായിട്ടും ഭീകര സംഘടനകളുടെ കയ്യിലാണ്. അവർക്ക് വേണ്ടി ഹാത്രാസിൽ പോയ കാപ്പിന് വേണ്ടിയും മീഡിയ വണ്ണിന് വേണ്ടിയും മാധ്യമത്തിലെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയും ജിഹാദികൾക്ക് വേണ്ടിയും മദനിക്ക് വേണ്ടിയും ഒക്കെ പേനയുന്തുകയും അവർക്ക് വേണ്ടി പ്രചരണം നടത്തുകയും അവരുടെ കാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമായിട്ട് ഇന്ന് KUWJ മാറിയിരിക്കുന്നു. ഈ KUWJയെ പിരിച്ചുവിടണം എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് ഈ സെമിനാറിൽ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. 2, ഇനി ഇപ്പോൾ എന്ത് നടക്കുന്നു? ഇന്ത്യയിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏറ്റവും വലിയ ഗുണമുണ്ടായത് അഴിമതി ഏതാണ്ട് അവസാനിച്ചു. 99%, 90% അവസാനിച്ചു. രാഷ്ട്രീയ നേതാക്കൾക്ക് ഇന്ന് അഴിമതി നടത്താൻ കഴിയുന്നില്ല. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുന്നു. കൈക്കൂലി വാങ്ങുന്നവർ 100 കണക്കിന് കേസുകൾ. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 9 വർഷം എടുത്തിട്ടുള്ള കേസുകൾ കഴിഞ്ഞ 25 വർഷം മൊത്തം എടുത്തതിനേക്കാൾ കൂടുതലാണെന്ന് കാണുമ്പോഴാണ് ഇന്ന് അഴിമതിക്കാർ ഭയക്കുന്നു. രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഈ അഴിമതിക്കാരുടെയും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെയും ഭാരതത്തെ വെട്ടിമുറിക്കണമെന്ന് മോഹിക്കുകയും ചെയ്യുന്ന തുക്കടെ ഇന്ത്യ
ബ്രേക്കിംഗ് ഇന്ത്യ ബ്രിഗേഡ് തുടങ്ങിയ സംഘടനകളുടെയും പ്രവർത്തന ഫലമാണ് ഇന്ന് ഭാരതത്തിലുടനീളം സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തിടെ BBC നടത്തിയ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുജറാത്ത് കലാപം കൊണ്ടുവരും. പക്ഷെ ഗുജറാത്ത് കലാപം കൊണ്ടുവരുമ്പോൾ ഒരിക്കൽ പോലും ഇവർ ഗോദ്രയെ കുറിച്ച് പറയുന്നില്ല. ഗോദ്രയിൽ 58 പേര് തീവണ്ടി മൊത്തം ജനാലയും വാതിലുകളും പെട്രോൾ ഒഴിച്ച് പൂട്ടിയിട്ടിട്ട് കത്തിച്ച 59 പേർ, 13 കുഞ്ഞുങ്ങളടക്കം മരിച്ച സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. അതിനുശേഷം സ്വാഭാവികമായി അതിന്റെ തിരിച്ചടി ഉണ്ടായി. 3 ദിവസം കൊണ്ടൊരു വർഗീയ കലാപം ഒതുക്കി. 700ഓളം പേര് വെടിയേറ്റ് മരിച്ചു പോലീസിന്റെ. അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. നരേന്ദ്രമോദി ഹിന്ദു പ്രീണനം നടത്തിയിരുന്നെങ്കിൽ ഈ ഹിന്ദുക്കൾ അവിടെ വെടിയേറ്റ് മരിക്കുമായിരുന്നു. സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. സത്യം മറച്ചുവെക്കുകയാണ്. അസത്യങ്ങളും അർത്ഥസത്യങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. BBC-യുടെ ഈ ഇടപെടലിന്റെ പിന്നിൽ പളനിയപ്പൻ ചിദംബരവും ബഹുമാനപ്പെട്ട ശശി തരൂർ MP, തിരുവനന്തപുരം MP ശശി തരൂരും രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്ന ദേശീയ മാധ്യമങ്ങളുടെ ആരോപണം തള്ളിക്കളയാൻ കഴിയുമോ? ശശി തരൂർ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുകയാണ് BJP-യിലേക്ക് വരാൻ. കുറെ കാലമായി. ഈ തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികളുടെ മുഴുവൻ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ സ്രോതസ്സായിട്ട് കോൺഗ്രസും ഇവരും മാറിയിരിക്കുന്നു. പണം കൊടുത്ത് ബ്രിട്ടാനിക്ക അനലിറ്റിക്കയെ കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത അതേ പരിപാടികളാണ് ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പേർ മനസ്സിലാക്കുന്നു? ഇതിന്റെ ഒപ്പമാണ് ഇസ്ലാമിക ഭീകരത. ഇസ്ലാമിക ഭീകര സക്കീർ നായിക്കിന്റെ കയ്യിൽ നിന്ന് പണം പറ്റിയ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. വേറെ ഒരു പാർട്ടിയും, മുസ്ലിം ലീഗ് പോലും സക്കീർ നായിക്കിന്റെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടില്ല. അത്ര അധമനായ നികൃഷ്ട ജീവിയാണ് സക്കീർ നായിക്ക്. ആ ഇസ്ലാമിക ഭീകരതയുടെ പണം വരുന്ന വഴി, ആ പണം വരുന്ന വഴികളെ ഇന്ന് പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്, അവർക്ക് കാവലൊരുക്കുന്നത്, അവരുടെ പണം വരുന്ന വഴികൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരുപറ്റം മാധ്യമപ്രവർത്തകരാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നും ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിലെ സബാത്തിൽ നിന്നും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഹലാലായും പിന്നെ മലദ്വാർ ഗോൾഡായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന സ്വർണവും പണവും. ഏറ്റവും അവസാനമുണ്ടായ വിമാനത്താവളമാണ് കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളത്തിലാണ്, കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഈ കണക്കുകൾ നമ്മൾ കാണാതെ പോകരുത്. ഈ സ്വർണം മുഴുവൻ പോകുന്നത് ഭീകരപ്രവർത്തനത്തിനാണ്. ഒരു കാര്യം കൂടെ മനസ്സിലാവണം. മലപ്പുറം ജില്ലയിലെ 39 തട്ടാന്മാരെ, സ്വർണ്ണപ്പണിക്കാരുടെ കുടുംബങ്ങളെയാണ് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവരെ മതപരിവർത്തനം ചെയ്തത് ഈ മലദ്വാർ ഗോൾഡും ഈ കള്ളക്കടത്ത് സ്വർണവും ഉരുപ്പടികളാക്കി മാറ്റാനും വിപണനം നടത്താനുമാണ്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ മാറി മാറി വന്ന കേരളത്തിലെ ഏതെങ്കിലും സർക്കാരുകൾക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര പത്രപ്രവർത്തകർ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി? മാതൃഭൂമി ഒരിക്കൽ നടത്തിയിരുന്നു. മാതൃഭൂമിയിൽ ഒരിക്കൽ ജനസംഖ്യാ വിസ്ഫോടനത്തെക്കുറിച്ച് നടത്തിയ പഠനത്തില് മലപ്പുറം ജില്ലയില് 32 വയസ്സുള്ള ഒരു സ്ത്രീയെ കണ്ടു. അവർ അമ്മൂമ്മയാണ്, മുത്തശ്ശി, 32-ാം വയസ്സിൽ. അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായില്ല, അത് അവിടെ നിന്നു. ഇവിടെ മാധ്യമപ്രവർത്തനം തളരുന്ന ആ വഴികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പത്രപ്രവർത്തകർക്ക്, പ്രസ് ക്ലബ്ബുകൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട പത്രപ്രവർത്തകർക്ക് പണമായിട്ടും കിട്ടുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പണം പറ്റുന്ന ആൾക്കാരെ നമുക്കറിയാം. പലർക്കും കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പുരസ്കാരങ്ങൾ. ഞാൻ 36 വർഷം മാധ്യമപ്രവർത്തനം നടത്തി. 52 വർഷമായിട്ട് സംഘത്തിന്റെ സ്വയംസേവനാണ്. ഒരു കട്ടൻ ചായ ഞാൻ ആരുടെയും വാങ്ങി കുടിച്ചിട്ടില്ല. ഞാൻ ഈ പൊതുവേദിയിൽ പറയുകയാണ്. എനിക്കൊരു പുരസ്കാരവും ഈ ശബരിമല ഏറ്റവും വലിയ ഒരു സാമൂഹ്യ വിപ്ലവമായിട്ട് ശബരിമല മാറ്റിയിട്ട് ഏതാനും സംഘടനകൾ തന്നു.
പക്ഷേ ഈ ഇസ്ലാമിക ഭീകരർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന മാതിരി ലക്ഷങ്ങളുടെ ഒരു സമ്മാനവും എനിക്ക് തേടി വന്നില്ല. വരണ്ട, വേണ്ട. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ പണത്തിന്റെ വരവാണ്. ഈ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന പ്രൊജക്ഷൻ, ഈ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങൾ, ഈ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന വിദേശ സന്ദർശനങ്ങൾ, ഇത് തിരിച്ചറിയണം. പിന്നെ ഒരു കാര്യം കൂടി, കൂടുപോലെ പെറ്റുപെരുകുന്ന പുതിയ മാധ്യമങ്ങൾ. ഒരു മാധ്യമം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ വേണ്ടി വരും? ഇന്ന് മലപ്പുറം ജില്ലയിൽ 300 ചില്ലുവാനും അച്ചടി പ്രസിദ്ധീകരണങ്ങൾ പുതുതായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സന്മാർഗം. സന്മാർഗം പറയുന്നത് സ്ത്രീകൾ ഒരാളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അവരുടെ കൂടെ ഒരു പുരുഷൻ, ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവണം. വസ്ത്രം അത് പിന്നെ അറിയാം, നിങ്ങൾക്കറിയാം, ചാക്കുകെട്ടി മാതിരി മൂടിപ്പൊതിഞ്ഞ് ഈ 42 ഡിഗ്രി ചൂടിലും കറുത്ത വസ്ത്രത്തിൽ മൂടിപ്പൊതിഞ്ഞ ചാക്കുകെട്ടായിട്ട് കൊണ്ട്, അത് അവരുടെ മതപരമായ കാര്യം, നമുക്കതിൽ വിമർശനമില്ല. ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഇവിടെ എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച ഒരു അമ്മ പറഞ്ഞത് ഉണ്ണിയാർച്ചയെ കുറിച്ചാണ്. ഒറ്റയ്ക്ക് പൂരം കാണാൻ പോയ ഉണ്ണിയാർച്ചയെ കുറിച്ച്. ആ കേരളത്തെ ഇവര് എങ്ങോട്ടാണ് നടത്തുന്നത്? കഴിഞ്ഞില്ല. ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം കേരളത്തിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായാൽ, ഇപ്പൊ കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറിയപ്പോൾ ഈ പെൺകുട്ടികൾക്ക് 9 മുതൽ 10 വയസ്സ് വരെ അവർക്ക് പ്രായപൂർത്തിയാവും. ഈ 10 വയസ്സിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ 10ാമത്തെ വയസ്സിൽ കെട്ടാൻ കഴിയണമെന്നാണ് പറയുന്നത്. എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെടുന്നത് അതാണ്. നമ്മൾ ഇസ്ലാമിക പരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിട്ട് ഒരിക്കൽ കണ്ടിരുന്ന CH മുഹമ്മദ് വായയുടെ മകൻ ഡോക്ടറായ ഡോക്ടർ MK മുനീറും ആവശ്യപ്പെടുന്നത് ഈ 10ാമത്തെ വയസ്സിൽ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ്. ഈ കാമഭ്രാന്തന്മാരുടെ കൈകളിലേക്ക് കേരളത്തെ വലിച്ചെറിയാനുള്ള പ്രവർത്തനത്തെയും അതിനെയും ഐസ്ക്രീമും പഞ്ചസാരയും ഇട്ട് മൂടിപ്പതിയുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരല്ലേ? എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു പൊതുജന വികാരം ഉയർത്താൻ കഴിയുന്നില്ല? എത്ര മാധ്യമങ്ങൾ ഇതിനെതിരെ പ്രചാരണം നടത്തുന്നു? ഓൺലൈൻ മാധ്യമങ്ങൾ ഇതേപോലെ തന്നെ കൂണുപോലെ പെരുകുന്നു. ഇതിൻ്റെ ഒരു നിയന്ത്രണം വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ പത്രപ്രവർത്തന രംഗത്ത് ഇന്ന് സർവൈവ് ചെയ്യാൻ ഒരു എതിർ ശബ്ദത്തിന് അല്ലെങ്കിൽ വ്യത്യസ്ത ശബ്ദത്തിന് സർവൈവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജനം TV യിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്കറിയാം, ജനം TV യിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ വാർത്തകൾ നിരന്തരം വന്നു തുടങ്ങിയപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ഗൾഫിലും കൂടി മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യാപാരികളും ജനം TVക്ക് പരസ്യം കൊടുക്കുന്നത് നിർത്തി. ജനം TVയെ നിലനിർത്താൻ എത്ര ഹിന്ദുക്കൾ അവർക്ക് പരസ്യം കൊടുത്ത് സഹായിച്ചു? ഇതേപോലെ തന്നെ പല പ്രസ്ഥാനങ്ങളും, ഇപ്പൊ തത്വമയി ആയാലും നിരവധി പ്രസ്ഥാനങ്ങൾ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതടക്കമുള്ള ഒരൊറ്റ ഹിന്ദു സ്ഥാപനത്തിന് പോലും സർവൈവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വ്യവസായ വാണിജ്യ രംഗം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് എണ്ണം എടുത്ത് നോക്കൂ. പഴവങ്ങാടി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയും പേരൂർക്കട വരെയും അങ്ങോട്ട് മണ്ണന്തല വരെയും പുതുതായിട്ട് തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം എടുക്കുക. ഞാൻ ഒരു ദിവസം പാളയം മുതൽ കേശവാസപുരം വരെ എടുത്തു. 29 പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം ഉമ്മാന്റെ കടയും പാത്തുമ്മയുടെ ചായക്കട അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ഈ പുതിയ കടകൾ എങ്ങനെ വരുന്നു? ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അപ്പൊ ഈ വ്യാപാര വാണിജ്യ ഭൂമി, പാളയം ഗണപതിക്കോവിലിന് 88 സെന്റ് ഭൂമിയാണ് പ്രമാണത്തിലുള്ളത്. എവിടെയാ സ്ഥലം? നമ്മളിവിടെ ഹിന്ദു ധർമ്മ പരിഷത്ത് നടക്കുമ്പോൾ നെഞ്ചി കൈവച്ച് ആലോചിക്കണം. പത്മനാഭന്റെ മണ്ണ് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി ഇടപെട്ടതുകൊണ്ടാണ്. കേരളത്തിലെ ഉടനീളം
ക്ഷേത്രഭൂമി ഈ രീതിയിൽ അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു പ്രചാരണം നടത്താൻ എത്ര മാധ്യമങ്ങൾക്ക് കഴിയും? ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ സ്വപ്നം ശബരിമല വിമാനത്താവളമാണ്. ശബരിമല തീർത്ഥാടന കേന്ദ്രമല്ല, വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എടുത്തിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് പശ്ചിമ ദേവസ്വം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ദേവസ്വം ഭൂമിയാണ്. ആ ഭൂമി കയ്യേറി രേഖകൾ തിരുത്തി കള്ളത്തരം കാണിച്ച് KP യോഹന്നാൻ എന്ന് പറയുന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ പാതിരി കൈവശപ്പെടുത്തിയിട്ട് അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് വിമാനത്താവളം കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ ചോര തിളയ്ക്കാമെന്നും പറയുന്നില്ല, ഇതിനെതിരെ ഒരു പ്രസ്താവന വരണ്ടേ? ദേവസ്വം ഭൂമി വ്യാജരേഖ ചമച്ച് കൈയടക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം എടുത്ത ഹിന്ദു സംഘടനകൾക്ക് ഉണ്ടാവണ്ടേ? ഇതിനെതിരെ പ്രതികരിക്കാൻ എത്ര മാധ്യമങ്ങളുണ്ടായി? കേന്ദ്ര സർക്കാരിന് അറിയില്ല ഈ ഭൂമിയുടെ കള്ളത്തരമാണെന്നുള്ള കാര്യം. ഇത് ബോധ്യപ്പെടുത്താനും ഇതിനെതിരെ പ്രതികരിക്കാനും നമുക്ക് കഴിയണം. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ മാധ്യമപ്രവർത്തനത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ഭീകരവാദികളുടെ നീരാളിപ്പിടുത്തം എത്തിയിരിക്കുന്നു. ഒരു പുതിയ മുന്നേറ്റം അനിവാര്യമാണ്. ആ പുതിയ മുന്നേറ്റത്തിന് ആ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ള ചോദ്യമാണ് ഞാൻ ഈ ഹിന്ദുമത പരിഷത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇനി ചർച്ചകൾ വരേണ്ടത്. നമ്മൾ സംവാദം വേണം, പ്രതികരിക്കണം. കേരളത്തിലെ ഓരോ ഹിന്ദു ഭവനങ്ങളിലേക്ക് ഇത് പോകണം. ഈ ഭവനങ്ങളിലേക്ക് ഇത് പോയാൽ മാത്രമേ അതിൻ്റെ പ്രതികരണം ഉണ്ടാവൂ. കേരളത്തിലെ സ്ത്രീകൾ രാവിലെ കുളിച്ചീറനോട് ക്ഷേത്രത്തിൽ പോകുന്നത് നമ്പൂതിരിമാരെ പ്രലോഭിപ്പിക്കാൻ, അവരെ ലൈംഗികമായി പ്രചോദിപ്പിക്കാനാണെന്ന് എഴുതിയ മീശ മാതൃഭൂമി പത്രത്തിൽ അടിച്ചു വന്നെങ്കിൽ അത് ഹിന്ദു വിരുദ്ധമാണ്, അത് ഞാൻ വായിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം നമുക്ക്. ആ തരത്തിലുള്ള പ്രതികരണ ശേഷിയുള്ള സമൂഹമായിട്ട് ഹിന്ദു മാറിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തനം മാത്രമല്ല, നമ്മൾ കാശ്മീരിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, 3 പേര് ഇനി സംസാരിക്കാനുണ്ട്. നന്ദി, നമസ്കാരം. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ശ്രീ GK സുരേഷ് ബാബു. ഏറ്റവും അവസാനം വർഗീയത കേരളത്തിൽ, അതുപോലെ തന്നെ വർഗീയതയുടെ അടിവേരുകൾ എന്നീ 2 പുസ്തകങ്ങളിലൂടെ ഇന്ന് ലോകത്ത് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ടിനെ തുറന്നു കാണിച്ച, മാധ്യമരംഗത്ത് സംശുദ്ധിയുടെ പേരായി തീർന്ന, അദേശീയതയുടെ ശബ്ദമായി തീർന്ന അങ്ങ് ഈ വേദിയിൽ വന്നതിന്, സംസാരിച്ചതിന് നന്ദി, നമസ്കാരം. ശ്രീ ഡോക്ടർ ഭാർഗവറാം, ആ പേര് നമ്മുടെ വേദിയുടെ മുന്നിലിരിക്കുന്നൊരു ചിത്രമുണ്ട്, സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ആ തീപ്പൊരിക്ക് വേണ്ടി, വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ശ്രീ ഭാർഗവറാംജി. ഇദം നമർഷിഭ്യഃ പൂർവജേഭ്യഃ പൂർവേഭ്യഃ പഥിർഭ്യഃ. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പദകമലങ്ങളിലും വിശിഷ്യ പൂജനീയ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ തൃച്ചേവടികളിലും യാതൊരു ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താലാണോ ധർമ്മകുതികളായി നമ്മളെല്ലാം ഇവിടെ ചേർന്നിരിക്കുന്നത്, ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് ധന്യരായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്ഥിതിയിലും സാദരം സമർപ്പിച്ചുകൊള്ളട്ടെ. മാധ്യമങ്ങളിലെ ദേശവിരുദ്ധർ എന്ന തലക്കെട്ടിൽ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഈ വേദിയിൽ സംഘടിപ്പിക്കപ്പെട്ട സെമിനാറിൽ ആദ്യത്തെ പ്രഭാഷണം എന്നുള്ള രീതിയിൽ ഏറ്റവും ആദരണീയനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ GK സുരേഷ് കുമാർ ജി വിഷയം അവതരിപ്പിക്കുകയുണ്ടായി.
അതിനെ തുടർന്ന് ആണ് ഞാൻ സംസാരിക്കുന്നത്. സുരേഷ് ജി സംസാരിച്ച പല വിഷയങ്ങളും എനിക്കും പരാമർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില ആവർത്തനങ്ങൾ ഉണ്ടായേക്കും. മാധ്യമങ്ങളിലെ ദേശവിരുദ്ധർ എന്ന തലക്കെട്ട് പരിശോധിക്കുമ്പോൾ ഈ ദേശവിരുദ്ധത എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. നമ്മുടെ ദേശം ഈ ഭാരതദേശമാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിൻ്റെ അഖണ്ഡതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന നീക്കങ്ങളൊക്കെ ദേശവിരുദ്ധതയാകാം. സാംസ്കാരികമായിട്ട് ഈ ദേശത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഒത്തുപോകലിന് വിഘാതം തീർക്കുന്നതൊക്കെ ദേശവിരുദ്ധതയാകാം. ഭരണപരമായിട്ട് ഈ ദേശത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിഘാതം തീർക്കുന്ന പ്രവൃത്തികളും ദേശവിരുദ്ധതയാകാം. അങ്ങനെ ഈ ദേശത്തിൻ്റെ സ്വത്വത്തിനെ ആകെ അപകടപ്പെടുത്തണം എന്നുള്ള നീക്കങ്ങളെയാണ് നമ്മൾ ദേശവിരുദ്ധ പ്രവണതയായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവണതകൾ നടപ്പിൽ വരുത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട ഒരു റോളാണ് വഹിച്ചു വരുന്നത്. മാധ്യമങ്ങൾ എന്നുള്ളതൊരു വിഭാഗം മാത്രമാണ്. ആത്യന്തികമായിട്ട് സുരേഷ് ജി പ്രകടിപ്പിച്ചതുപോലെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ അത് രാജ്യത്തിന് വെളിയിലുള്ളവരുണ്ട്, രാജ്യത്തിൻ്റെ വെളിയിൽ നിന്ന് കടന്നു വന്ന ആശയങ്ങളുണ്ട്, രാജ്യത്തിന് അകത്തു നിന്ന് തന്നെ രാജ്യത്തെ ശിഥിലമാക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ഇവരുടെയൊക്കെ കൈക്കോടാലികളായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് മാധ്യമങ്ങളുടെ രാഷ്ട്രവിരുദ്ധ മുഖം നമുക്ക് വ്യക്തമാകുന്നത്. മാധ്യമങ്ങളിലൂടെ മാത്രമല്ല ഇത്തരത്തിലുള്ള ശക്തികൾ ആശയപ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് ദേശവിരുദ്ധത എന്നുള്ളതിനെ പരാമർശിക്കണമെങ്കിൽ ആദ്യമായിട്ടും ദേശവിരുദ്ധ പ്രവണതകളുടെ മൂലസ്ഥാനമായിട്ടുള്ള ഭീകരവാദ, വിഘടനവാദ, വൈദേശിക ആക്രമണ പദ്ധതികളെ കുറിച്ച് സാമാന്യമായിട്ടൊരു ധാരണ നമുക്ക് ആവശ്യമുണ്ട്. ഭാരതത്തെ ശിഥിലീകരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആവശ്യം എന്നുള്ള രീതിയിൽ വ്യത്യസ്ത രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അയൽ രാജ്യങ്ങളുടെ തന്നെ ആവശ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ കേട്ടുപോരുന്നത്. അയൽ രാജ്യങ്ങൾ മാത്രമല്ല, പല മുഖങ്ങളും നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളായിട്ട് നമ്മൾ നോക്കിക്കണ്ട് പരിഗണിച്ചു പോരുന്ന പല രാജ്യങ്ങളും ഈ രാജ്യത്തെ ശിഥിലീകരിക്കുവാനുള്ള കർമ്മപദ്ധതികളുമായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം മാത്രമാണ്. ഞാൻ ഈ വിഷയങ്ങളിൽ നിരവധി സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ജിഹാദി സംഘടനകളാണ്. അതിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സംഘടന എന്നുള്ള രീതിയിൽ ജമാഅത്ത് ഇസ്ലാമി വളരെ സജീവമാണ്. അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകളും വളരെ സജീവമാണ്. ഇതര സംഘടനകളുമുണ്ട്. നമുക്ക് പരിചിതമായ സംഘടനകളെ ഞാൻ പരാമർശിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യക്ഷ ദൃഷ്ടിയ ഉപദ്രവകാരികളല്ല എങ്കിലും ശിഥിലീകരണ പ്രവണതകളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ചില ക്രിസ്തീയ വിഭാഗങ്ങളും സഭകളും ആണ്. ഇവിടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് ഹിന്ദുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാലത്ത് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് നിരവധി ആശയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് മുൻപുണ്ടായിരുന്നു, ഡൽഹി കേന്ദ്രീകരിച്ച്. ബ്ലൂ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ജോൺ ദയാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സിൻഡിക്കേറ്റാണ്. ഇപ്പോഴും സജീവമാണ്. ഇപ്പോഴും പഴയ ഒരു പ്രാബല്യമില്ല.
എന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നീട് ചുവന്ന മീഡിയ സിൻഡിക്കേറ്റിന് വഴിമാറിക്കൊടുക്കുകയോ യോജിച്ച് പ്രവർത്തിക്കുകയോ ലയിപ്പിക്കുകയോ ഒക്കെ ചെയ്തൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ചുവന്ന മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന മാർക്സിസ്റ്റുകാരുടെ മീഡിയ പ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം അല്ല, മറിച്ച് മാവോവാദികളായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് ഈ മാധ്യമ പ്രവർത്തകരിൽ. അവർ നമുക്ക് വളരെ പ്രകടമായിട്ടുള്ള മുഖഭാവത്തോടെ തിരിച്ചറിയാവുന്ന ആൾക്കാരല്ല. പല ആൾക്കാരും CPIയുടെ ഒക്കെ ആൾക്കാരായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. CPIയുടെ ഒരു തീവ്രവാദ മുഖം മറ്റൊരു അവസരത്തിൽ ഞാൻ അനാവരണം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഗ്രൂപ്പുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നവയുണ്ട്. ഒന്ന് ബ്ലൂ മീഡിയ സിൻഡിക്കേറ്റ്, രണ്ട് റെഡ് മീഡിയ സിൻഡിക്കേറ്റ്, പിന്നീടുള്ള ഒരു ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ്. ബ്ലൂ മീഡിയ സിൻഡിക്കേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജോൺ ദയാൽ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു നിരവധി ആൾക്കാരുടെ ഒരു പരമ്പരയുണ്ട്. ഒരുപാട് കള്ളക്കഥകൾ എഴുതി പിടിപ്പിച്ച ഒരു മീഡിയ സിൻഡിക്കേറ്റാണ് ബ്ലൂ മീഡിയ സിൻഡിക്കേറ്റ്. ഇപ്പൊ ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് ഇപ്പൊ പ്രവർത്തനം. ഈ 3 സിൻഡിക്കേറ്റുകൾ ഒരുമിച്ചാണ് പ്രവർത്തനം. രണ്ടാമത്തെ സിൻഡിക്കേറ്റാണ് റെഡ് മീഡിയ സിൻഡിക്കേറ്റ്. അതിനെ നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ വ്യക്തമാക്കി തരാം ഈ സംഭവങ്ങളിലൂടെ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട സിദ്ദിഖ് കാപ്പനുണ്ടല്ലോ, സിദ്ദിഖ് കാപ്പന്റെ വാട്സപ്പ് ചാറ്റുകൾ കണ്ടെടുക്കപ്പെട്ട കാര്യം പരാമർശിച്ചു സുരേഷ്. സിദ്ദിഖ് കാപ്പൻ കോയയ്ക്ക് അയച്ചിരിക്കുന്ന മെസ്സേജിൽ തൻ്റെ അഴിമുഖത്തിലെ പത്രപ്രവർത്തന സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ജോസി ജോസഫ് എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരാളാണ് അഴിമുഖം പത്രത്തിന്റെ നടത്തിപ്പുകാരൻ. ഈ ജോസി ജോസഫ് എപ്രകാരമുള്ളവരാണ് എന്ന് പി കോയയ്ക്ക്, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മഹാനാണ്, ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച കക്ഷി, ആ കോയയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. ഇയാൾ ഒരു മാവോവാദിയാണ്, മാവോയിസ്റ്റുകൾ നമ്മുടെ ആശയങ്ങളെ അതിലേക്ക് കടത്തിവിടുന്നതിൽ പ്രതിരോധം തീർക്കുന്നുണ്ട്, നമുക്കിപ്പോഴ് പ്രകടമായിട്ട് നമ്മുടെ ആശയങ്ങൾ ഈ അഴിമുഖത്തിൽ കടത്തിവിടാൻ വേണ്ടി പറ്റുന്നില്ല എന്ന്. അഴിമുഖം തുടങ്ങിയത് മാവോ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ശിഥിലീകരിക്കുക എന്നുള്ള അജണ്ടയുമായിട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ജോസി ജോസഫിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതേ ജോസി ജോസഫാണ് ഇപ്പോഴും കട്ടിംഗ് സൗത്ത് എന്ന് ഉള്ള പേരിൽ കൊച്ചിയിലെ മീഡിയ അക്കാഡമിയും KUWJയും കാനഡ എന്നുള്ള പേരിലുള്ള ഒരു സ്പോൺസറും ചേർന്ന് നടത്തിയ കോൺക്ലേവിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ. ദി കോൺഫ്ലുവൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമത്തെ നടത്തിക്കൊണ്ടുപോകുന്ന മഹാനാണ് ഈ ജോസി ജോസഫ്. ഈ ജോസി ജോസഫ് മാവോവാദിയാണ് എന്ന് ആര് പറയുന്നു? സിദ്ദിഖ് കാപ്പൻ കോയയോട് പറയുന്നു. ഇതാണ് റെഡ് മീഡിയ സിൻഡിക്കേറ്റിന്റെ ഒരു മുഖം. ഈ ജോസി ജോസഫിന്റെ പരമ്പരകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാധ്യമ പ്രവർത്തകരുടെ രൂപത്തിൽ ഇവിടെയുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ ഇപ്പോഴും നടന്നിരിക്കുന്ന കുറേ ആദരണ പരമ്പരകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ പറയുന്നത് ഈ ദൃഷ്ടിയിൽ വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമാകും. ഇനിയുള്ളത് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ പരാമർശിച്ച് നിങ്ങളെ ഒരു അജ്ഞാത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് വളരെ സമർത്ഥമായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയ. അവരുടെ മാധ്യമം പത്രം, അവരുടെ മാധ്യമം ആഴ്ചപ്പതിപ്പ്, അവരുടെ മീഡിയ വൺ ചാനൽ, ഇവകളിലൂടെയാണ് വളരെ പ്രകടമായിട്ടും ഈ കാര്യം അവർ നടപ്പിൽ വരുത്തിയത്. അത് അവരുടെ മാധ്യമങ്ങളിൽ മാത്രം ഒതുക്കി വയ്ക്കപ്പെട്ടതല്ല, ഒതുങ്ങി നിന്നതല്ല, മറ്റു മാധ്യമങ്ങളിലേക്ക് അവരത് പ്രസരിപ്പിച്ചു. അപ്പോഴാണ് അത് ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റായിട്ട് വികാസം പ്രാപിച്ചത്. ആ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനെ കുറിച്ച്
MESന്റെ തലവനായ ഫസൽ ഗഫൂർ പറഞ്ഞു, നിങ്ങൾ വേണുവിനെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്, ഏഷ്യാനെറ്റിലെ ഇന്ന മാധ്യമപ്രവർത്തനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, മറ്റേയാളെ കുറിച്ച് എന്താ വിചാരിക്കുന്നത്? അവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ വിചാരിക്കുന്ന മട്ടിലല്ല. വളരെ കൃത്യമാണത്. സ്വന്തം വേദിയിൽ ഫസൽ ഗഫൂർ പറഞ്ഞതാണ്. ഈ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് വളരെ പ്രബലമായിട്ട് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിരവധി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അൺനോൺ ഗ്രേവ്യാർഡ്സ് ഇൻ കാശ്മീർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. മീഡിയ 1 കാശ്മീരിൽ പോയി ഷൂട്ട് ചെയ്ത് അവിടെ പട്ടാളക്കാർ കൊന്നു തള്ളിയ അവിടത്തെ ദേശവാസികളുടെ, പാവപ്പെട്ട ദേശവാസികളുടെ ശവകുടീരങ്ങളുടെ സ്മരണ എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിച്ച് പൊലിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിയാണ് UN-ൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച കനപ്പെട്ട ആയുധം. മീഡിയ 1-ന്റെ കേരളത്തിലുള്ള ഒരു വിദ്വാനാണ് ഈ കാര്യം ചെയ്തത്. അയാള് കാശ്മീരിൽ പോയി, പാക് അധിനിവേശ കാശ്മീരിൽ പോയി ഷൂട്ട് ചെയ്ത സാധനമാണ്. ആ മഹാൻ ഇപ്പൊ ഗൾഫിലാണ്. അവനാണ് പറഞ്ഞത്, സിദ്ദിഖാപ്പൻ ഒന്ന് വെളിയിൽ ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം. ഇതുവരെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ മഹാൻ ഇതുവരെയും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല. ഭാര്യ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന, ആ ചെലവിൽ ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ട് അവിടെ ചില ഓൺലൈൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാധ്യമത്തിലോ മീഡിയ 1-ലോ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഇവിടെ പരാമർശിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയാം. മീശ നോവലിനെ കുറിച്ച് പരാമർശിച്ചു. ഈ ദേശത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് ഈ മാധ്യമങ്ങൾ ഒരു അജണ്ടയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. രാമായണ മാസത്തിൽ രാമായണത്തെക്കുറിച്ച് അസ്വസ്ഥയുണ്ടാക്കുക, രാമനെ കുറിച്ച് കൊള്ളക്കഥകൾ പ്രചരിപ്പിക്കുക. ഇതുപോലെ മീശ നോവൽ എന്നൊരു നോവൽ, അതിലെ പരാമർശം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മീശ നോവലിനെ ഇത്തരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമിയിലെ ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റുകളാണ് ഈ കാര്യം ചെയ്തത്. ഹിന്ദു ഐക്യവേദി ആദ്യം സമരരംഗത്തേക്ക് ഇറങ്ങി. സംഘപ്രസ്ഥാനങ്ങൾ മുഴുവനായിട്ടും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിരവധി പ്രവർത്തകർ സമര പരമ്പരകളിലൂടെ കടന്നുപോയി. പല ആൾക്കാരും കേസിൽ പെട്ടു. നിരവധി പ്രതിരോധ സമരങ്ങളുണ്ടായി. NSS പിന്തുണച്ചു. മാതൃഭൂമി ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് പോയി. അപ്പോഴ് മാതൃഭൂമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുണ്ടായി. മാതൃഭൂമി മലയാളത്തിന്റെ മനസാക്ഷി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത നമ്മളാണ്. നിങ്ങൾ പത്രത്തിൽ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കും, മാതൃഭൂമി മലയാളത്തിന്റെ മനസാക്ഷി എന്ന് പറഞ്ഞാരാ? ഇതൊന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടാളികളായിട്ട് പോകുന്നത് ആരാണ് എന്ന് പരിശോധിക്കണം. DRDO കേസ്, DRDOയിലെ വ്യാജശാസ്ത്രജ്ഞന്റെ കേസ്. വ്യാജശാസ്ത്രജ്ഞൻ എന്നാൽ DRDOയുടെ ID കാർഡ് കൃത്രിമമായിട്ട് ദുരുപയോഗം ചെയ്ത ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേസാ. ആ കേസ് അന്വേഷിക്കപ്പെട്ടു. DRDOയുടെ ഒറിജിനൽ ID കാർഡാണ്, വ്യക്തി മാത്രമാണ് വ്യാജൻ. ആ വ്യക്തിയെ കൊണ്ട് നടന്ന് എല്ലാ സ്ഥാപനങ്ങളിലും പരിചയപ്പെടുത്തി എല്ലാ ഒത്താശകളും ചെയ്ത മാധ്യമപ്രവർത്തകരാ. അറിയോ നിങ്ങൾക്ക്? ആ മാധ്യമപ്രവർത്തകരൊക്കെ സുരക്ഷിതരായിട്ട് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സത്യം വിളിച്ചു പറയുന്ന GK സുരേഷ് ബാബുജിയെ പോലെയുള്ള ആൾക്കാർ സൈഡ് ലൈൻ ചെയ്യപ്പെടുക. മറ്റവരൊക്കെ വലിയ 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 മഹാന്മാരാണ്. രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എങ്കിൽ എന്ത് വൃത്തികേടുകളും ചെയ്യാം മാധ്യമരംഗത്ത് എന്നാണ് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകര് 3-4 തരത്തിലുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് വേണ്ടിയിട്ട് മറ്റു ഇതര രാഷ്ട്രവിരുദ്ധ പ്രവണതകൾ കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പേനയുന്തുന്നവർ, സംസാരിക്കുന്നവർ, അത്തരത്തിലുള്ള ഗണത്തിൽപ്പെട്ടവർ. രണ്ടാമത്,
അധികാരത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ച് ദല്ലാളന്മാരായിട്ട് നടക്കുന്നവർ. മൂന്നാമത്തതൊരു പാവപ്പെട്ട സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരെ നിശബ്ദരാക്കും. അവർ ഏറ്റവും മിനിമം വേതനത്തിൽ ജോലിയെടുക്കുന്നവരാണ്. എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ബാഗ് കൊടുക്കും, മദ്യം വേണ്ടുന്നവർക്ക് മദ്യം കൊടുക്കും. മദ്യം കൊടുക്കുന്നവർ മോശപ്പെട്ടവരെന്നല്ല, നല്ല ധാർമ്മിക ബോധമുള്ളവരും മദ്യം കഴിക്കുന്നവരുണ്ട്. സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർ അത്തരത്തിലുള്ളവരുണ്ട്. അവർക്ക് മദ്യം കൊടുക്കും, അല്ലെങ്കിൽ ഓണത്തിന് വിഷുവിന് ഓരോ കിറ്റ് സഹായധനം ഇതൊക്കെ കൊടുക്കും. കുറച്ച് പേർക്ക് പെൻഷന് വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കും. ഇവിടെ കൊല്ലത്ത് വെച്ചാൽ നടക്കുന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ടിൽ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. തിരുവനന്തപുരത്താണ് ഹയാത്ത് ഹോട്ടൽ പോലെയുള്ള ഹോട്ടലുകളിൽ അവർക്ക് 1-2 ദിവസത്തെ താമസ സൗകര്യങ്ങൾ ഒരുക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ സമ്മർദ്ദത്തിലാകും. ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാതെ, പറയാൻ വേണ്ടി പറ്റാതെ. നേതാക്കന്മാർ പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരും. പത്രപ്രവർത്തക സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ പറഞ്ഞതുപോലെ ഓച്ഛാനിച്ച് മിണ്ടാതിരുന്ന് ഈ അജണ്ടകൾക്ക് വഴിപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ മാധ്യമ ലോകം ഇന്ന് അത്രയും മലീമസമായിരിക്കുകയാണ്. ആരാ പൂച്ചയ്ക്ക് മണികെട്ടുക? ഇതിന് നിരവധി തലങ്ങളുണ്ട്. വിലയിരുത്തുമ്പോൾ അധികാരികൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതില് മീഡിയ വണ്ണിന്റെ ഒരു കേസ്. മീഡിയ വണ്ണിനെ ആദ്യം 24 മണിക്കൂറിലേക്ക് 48 മണിക്കൂറിലേക്ക് പ്രക്ഷേപണം നിർത്തിവെക്കുന്ന രീതിയിൽ ഒരു നടപടി ഉണ്ടായി. ആ വിഷയത്തിൽ ഉടനടി ഇടപെടലുണ്ടാകും. അത് കഴിഞ്ഞിട്ട് മീഡിയ വണ്ണിന് നിരോധനം ഏർപ്പെടുത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസെത്തി, ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി സർക്കാരിൻ്റെ നടപടിയെ അംഗീകരിച്ചുകൊണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞ് കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ മീഡിയ വൺ ചാനലിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയിലെ കൊലകൊമ്പന്മാരായിട്ട് തലമുച്ചിയ വക്കീലന്മാരാണ്. കപിൽ സിബലിനെ പോലെയുള്ള 3-4 ഗടാഗടിയന്മാരായിട്ടുള്ള വക്കീലന്മാര്. ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ വക്കീൽ ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടും കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അറ്റോർണി ജനറൽ പോലെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്താണ് ഈ കേസിന്റെ കാര്യത്തിൽ ഉണ്ടായ സമീപനം? ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടത്? എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുന്നത്? വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്, നിരാശപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല. അപ്പോ ഒറ്റപ്പെട്ട ദിശകളിൽ നിന്ന് മാത്രമുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും പ്രതിരോധങ്ങളും കൊണ്ട് മാത്രം ഈ മാധ്യമ ലോകത്തെ ദേശവിരുദ്ധ പ്രവണതകളെ നിരാകരിക്കുവാൻ വേണ്ടി കഴിയില്ല. ഇനി സിദ്ദിഖാപ്പന്റെ കേസ് ഏറ്റവും തുടക്കം തൊട്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. A to Z കാര്യങ്ങളിൽ വിവരശേഖരണത്തിനും വിവരങ്ങൾ ലഭ്യമായത് നൽകുന്നതിനും എല്ലാ കാര്യങ്ങളിലും അതിനോട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കേസിൻ്റെ കുറ്റാന്വേഷണ രീതിയെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്കും പ്രയാസമുണ്ടാകും. സിദ്ദിഖാപ്പൻ പറയുന്നു, ഞാൻ മാധ്യമപ്രവർത്തകനായിട്ടാണ് ഹത്രാസിലേക്ക് പോകുന്നത്. നീ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ചോദിക്കുവാൻ, ഞാൻ തേജസിന്റെ മാധ്യമപ്രവർത്തകനാണ്, തേജസിന്റെ ID കാർഡ്. ഉടനെ തന്നെ ഇങ്ങനെ ഒരു പത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പൂട്ടിക്കെട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ID കാർഡ് ഉദയം ചെയ്യുന്നു, അത് അഴിമുഖത്തിന്റെ ID കാർഡാണ്. അഴിമുഖത്തിന്റെ ID കാർഡ് വെച്ചിട്ട് അയാള് ഈ കാര്യം പറഞ്ഞപ്പോൾ, ഇത് ഒരു ഓൺലൈൻ പോർട്ടലാണ്, ഇതിന് അനുവാദം കൊടുക്കേണ്ട, എന്തായാലും കസ്റ്റഡിയിൽ വെച്ചുകൊള്ളാൻ വേണ്ടിയിട്ട് പറയുന്നു, കൂടുതൽ അന്വേഷിക്കണം എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അഴിമുഖത്തിൽ ആരാണ് ഇയാളോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അഴിമുഖത്തിന്റെ ഒരു ശശിധരനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരി,
ശശിധരനെ വിളിച്ചു ചോദിക്കണ്ടേ? അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരോടാണ് ചോദിക്കേണ്ടത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ടോ എന്ന് ശശിധരനോടല്ലേ? ശശിധരനോട് ചോദിച്ചില്ല, അശോകനോട് വിശദീകരണം ചോദിച്ചു. ഡൽഹിയിലെ ചുമതലക്കാരനായിരിക്കുന്ന അശോകനോട് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ സിദ്ദിഖാപ്പൻ എന്ന ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടോ അന്വേഷണത്തിന് എന്ന്. അശോകൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനത്തെ രീതിയില്ല, ഇദ്ദേഹം അതാത് സമയത്ത് മാത്രം ന്യൂസ് എത്തിച്ചു തരുന്ന ഒരാളാണ്, അല്ലാതെ സ്ഥിരമായിട്ടുള്ളൊരു ജീവനക്കാരനൊന്നുമല്ല, ഇദ്ദേഹത്തിനെ ഞങ്ങൾ വിട്ടിട്ടില്ല. ഇനി ശശിധരനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ വേണ്ടി പോകുന്നത്. ഈ ശശിധരൻ ആരാണെന്നറിയോ? ശശിധരൻ എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതികളായിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി കൊടുത്തിരിക്കുന്ന കേസിൽ പ്രതികളായിരിക്കുന്ന ഇവരുണ്ടല്ലോ, ഈ നാഷണൽ ഹെറാൾഡിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നു ഈ ശശിധരൻ. ഈ ശശിധരനാണ് ആരെ വിടുന്നത്? ഈ സിദ്ദിഖാപ്പനെ വിടുന്നത് എന്ന് സിദ്ദിഖാപ്പൻ അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാ ശശിധരനെ തൊടാത്തത്? ശശിധരന്റെ ഭാര്യ ഇതുപോലെ രാഷ്ട്രപതി ഭവനിലെ ജീവനക്കാരിയാണ്. ശശിധരനെ കുറിച്ച് അന്വേഷിക്കണം. എന്തുകൊണ്ടാ ശശിധരനെ കുറിച്ച് അന്വേഷിക്കാത്തത്? ആർക്കാ പേടി? ആർക്കാ സംരക്ഷിക്കപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളെ? ഒരാൾ മൊഴിയിൽ കുറ്റം ചെയ്തു എന്ന് ഒരാളുടെ പേര് പറഞ്ഞാൽ അയാളെ വിളിച്ച് അന്വേഷിക്കണ്ടേ? അശോകന് നോട്ടീസ് കൊടുത്ത് ചോദിക്കുന്ന മട്ടിൽ ശശിധരനോട് ചോദിക്കാൻ വേണ്ടി പറ്റാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ ഹത്രാസിന്റെ പിന്നിൽ കോൺഗ്രസിന് ഗൂഢാലോചനയുണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി കഴിയില്ലേ? ഇത് തുടക്കം തൊട്ട് തന്നെ പറയുന്നതാണ് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ തുറന്നു പറയുമ്പോൾ പ്രതിരോധങ്ങൾ വളരെ കൂടും. കുറച്ചുകൂടി പ്രതിരോധിച്ചാൽ നമ്മൾ അപരവൽക്കരിക്കപ്പെടും. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കാണുന്നതാണ്. ഇപ്പൊ ഇവിടെ തന്നെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയമാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ചെറുവള്ളി എസ്റ്റേറ്റ് ഒറിജിനലി അതൊരു ഹിന്ദു ദേവസ്വത്തിന്റെ ഭൂമിയാണ്. അത് ഹിന്ദു ദേവസ്വത്തിന്റെ ഭൂമിയാണ്. അവിടെ ഒരു വിമാനത്താവളത്തിന്റെ അനിവാര്യതയില്ല എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ അതിപ്പോഴും പറയുമ്പോൾ ആണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് വരുന്നത്. അതിൻ്റെ സൈറ്റ് ക്ലിയറൻസ് ആയിരിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിന് ഇനി നല്ല ശോഭനമായിട്ടുള്ള ഭാവിയുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ ഈ ഒരു ട്വീറ്റ് വന്നതോട് കൂടിയിട്ട് ഇന്നലെ വരെ ഇതിനെതിരായിട്ട് സംസാരിച്ച പല ആൾക്കാരും KP യോഹന്നാൻ മഹാനാണ് എന്നവരെ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അയാൾക്കെതിരെ ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊക്കെ മഹാകുഴപ്പക്കാരാവാൻ വേണ്ടി തുടങ്ങി. ഞങ്ങളെ കോൺഗ്രസ്സുകാർ വരെ ആക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഗതികേട്. അത് ദേവസ്വം ഭൂമിയാണ്. അവിടെ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലൂടെ ഒരു എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ GK സുരേഷ് ബാബുജി പറഞ്ഞല്ലോ, ആ വിഷയങ്ങൾ വസ്തുതാപരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ട്വീറ്റ് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾക്ക് കൈയടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പൊ KP യോഹന്നാൻ മഹാനാക്കപ്പെടുന്നു. യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിന് അതിൽ അധികാരമുണ്ട് എന്ന് പറയാൻ വേണ്ടി കുറെ പേര് വരുന്നു. എയർപോർട്ടിന്റെ അനിവാര്യത കേരളത്തിന്റെ വികസനത്തിന് നിലനിൽപ്പിന് അത്യന്തം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനെ എതിർക്കുന്നവരൊക്കെ ദേശവിരുദ്ധരാക്കപ്പെടുന്നു. ഇതാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ, നമ്മുടെ പക്ഷത്തുള്ള മാധ്യമങ്ങൾ വരെ അനുവർത്തിക്കുന്ന ഇപ്പോഴത്തെ നയം. അപ്പം മാധ്യമങ്ങൾക്ക് സ്ഥിരബുദ്ധി ഉണ്ടാകുക, ദേശാനുകൂല സ്ഥിരബുദ്ധി ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അവർ പരപ്രത്യേനയ ബുദ്ധികളായിട്ട് പോകുമ്പോൾ, മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ബുദ്ധികളായിട്ട് പോകുമ്പോൾ, മറ്റുള്ളവരുടെ കൈക്കോടാലികളായിട്ട് പോകുമ്പോൾ ആണ് ദേശവിരുദ്ധ ശക്തികളും അവരെ വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിരവധി വിഷയങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പേജുണ്ട്. ലൈക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ലൈക്ക് ചെയ്താൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകും. അപ്പോൾ അത്തരത്തിൽ നിരവധി ഞാൻ അപ്പോഴപ്പോഴും എഴുതി വിടാറുണ്ട്. അതിൽ ലഭ്യമാണ്. എല്ലാവർക്കും, ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സീതാറാം. അധിക പ്രസംഗം നടത്തിയാൽ അത് മറ്റുള്ളവരുടെ സമയം കൂടി കവറിലാകുമെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ്. ജയ് സീതാറാം. നന്ദി, നമസ്കാരം സ്വാമിജി, അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തായി ശ്രീമതി മനോഷി സിൻഹ. ഹാർഡ്ലി ഇൻവൈറ്റ് മിസ്സിസ് മനോഷി സിൻഹ, പ്ലീസ്. I bow to Sri Padmanabha Swami, Sri Ananta Vishnu, to bless us all. Namaskaram to all the dignitaries on stage. Namaskaram to everyone. And Vande Mataram. Today in the morning, I'm fortunate to have visited for the second time the ancient Sri Vishnu temple, the Padmanabha Swami temple. The origin of this shrine dates back to nearly 5,000 years. According to epigraphical evidence found around the site, the temple was consecrated during the first years of Kali Yuga. So according to various scholars, the first years of Kali Yuga, that is after the Mahabharata war, dates back to 5,000 to 5,500 years. So this is the oldest living temple in the world, one of the oldest living temples in the world. I would like to thank the organizers, Hindu Dharma Parishad, for inviting me to be a part of the 11th Anathapuri Hindu Mahasammelan. And my special thanks to Anand, my Dharma brother. So the dignitaries here spoke in Malayalam, and I have pledged that I should learn Malayalam, and I have requested Anand to teach me the language. So through WhatsApp every day he will be teaching me. So he will be my guru from today. So today's topic, anti-national elements in media. So in this context, media includes not only the television and print media, but also social media like Instagram, Facebook, Twitter, where news and views find a platform. And the key theme today, since the last 2 days and for the forthcoming days, the key theme is Nari Shakti. So I will focus on how, in the name of feminism, an anti-national, anti-cultural, anti-civilizational, and anti-Indic narrative has been doing the rounds. You tell a falsehood 100 times, and after this falsehood will find place as truth. And if you counter this false narrative 100 times, this fake narrative won't find a place. So my focus today will be, within my time constraints, I will focus on countering this fake feminist narrative through examples from history. So since the ancient times, women have been enjoying equal privileges along with men. They have been in responsible positions in politics, administration, education, and various other fields. Even today, women have been in responsible positions in different spheres of life. The head of the country today is a Nari, the Honorable Srimati Draupadi Murmu. So let me give 2 examples of warriors from the medieval period
Mula Gavaru from the 16th century from Assam, and Onake Obawa from Karnataka. Both of these warriors, I mean, they became warriors by sacrificing their lives for dharma, for the motherland. Both of them were just housewives. They were never trained in warfare. Mula Gavaru in Assam, she was the wife of an Ahom commander, Frasengmung Borgohain. The Bengal Sultanate and later the Mughals attacked the northeastern part of the country several times. And when the Bengal Sultanate army attacked Assam, several battles took place between the Bengal Sultanate forces and the Ahom forces. And Frasengmung Borgohain attained Virgati in the battlefield. After the Ahom commander attained Virgati, the soldiers, they were demotivated and they began to run away from the battlefield. When Mula Gavaru, the wife of Frasengmung Borgohain, heard about the death of her husband, about the Virgati of her husband, she immediately set out towards the battlefield with a swinging sword in her hand and riding on a horse. But she was never trained in warfare. Seeing her coming towards the battlefield, the demotivated Ahom forces, they regained strength. And they were motivated to fight against the enemy with renewed vigor. So in the battle that followed, Mula Gavaru killed not only 2 lieutenants of the Bengal Sultanate forces, but also several soldiers before attaining Virgati in the battlefield. So that is Nari Shakti. That is the empowered Indic woman. So let me give another example from the southern part of the country, from Chitradurga fort in Karnataka. So this is the valorous story about Onake Obaba. She was just a housewife. She was the wife of a fort guard. So Hyder Ali's troops had attacked Chitradurga fort thrice. During the first 2 attacks, he was defeated. He could not enter the fort. The fort, Chitradurga fort, was it's a very strong fort, heavily fortified. So the third time, Hyder Ali forces, they laid siege at the base of the fort and they were trying to enter the fort by any means. They were trying to find out a passage that could lead them towards the fort. But they could not. So after many days of trying to find out, they at last found a secret passage to the fort. And near that passage, a guard used to keep guard. And during lunchtime, he went to have his food. And his wife, Onake Obaba, she came to fetch water. At that time, she saw one of the enemy soldiers popping out of that secret passage towards the fort. Immediately, like as it is a hilly fort, she was holding an onake, a pestle. So using that pestle, using that onake, she smashed the head of that enemy soldier and killed him. And she continued with that for several hours at a stretch. She killed over 100 soldiers of Hyder Ali in that particular spot, and dead bodies of the enemy soldiers piled up. And for several hours after defending the fort, so one of the guards attained consciousness and he attacked Onake and she attained Virgati there. So again, this is an example of Nari Shakti, the empowered Indic woman. They were not like Mula Gavaru in the northeast and Onake Obaba in the south. There are many such more examples. They have never been trained in warfare. But it is that Nari Shakti, that power, that empowerment that motivated them to fight for the motherland, to defend the motherland. So in the Vedic age, there
used to be a warrior called Bisfala. She was engaged in several battlefield exploits. She lost a leg in battle, and she was cured. An artificial leg was fitted into her leg through that treatment called prosthesis, which we know today as prosthesis. So with the artificial legs, she continued with her battlefield exploits. So Gargai, Maitreyi, they were scholars during the Vedic period who contributed verses in the Vedas. And then there are several women who were rulers, who administered kingdoms, who led the army in battles. Like from the early mid-medieval period, we all know about Rani Rudrama Devi, who not only led battles to victory, but also expanded the Golconda Fort in Hyderabad. Then there is a Chalukya queen, Rani Akka Devi, who ruled for over 50 years, defending her kingdom from the enemies. She constructed a number of temples. We find most of these temples today. She also, under her patronage, various gurukuls were set up, and students from across the country, they stayed in those gurukuls and they were imparted education for free. So these records are all there in the inscriptions. Then there is this Nike Devi, a 12th century Solanki Chalukyan Rani who defeated Muhammad Ghori in Gujarat. So likewise, there are so many examples of women who have taken responsible positions in various spheres. Amar Kosh is a book written during the Gupta period which tells us about women holding topmost positions in educational institutions. They were professors. Many of these people in the media, and even those who write in the social media also, they quote the Manusmriti to denigrate, to say that women were given a very inferior position in ancient and medieval times. So women were deprived of everything in ancient and medieval times. But many of those who quote the Manusmriti have never read the book, but they will proudly quote. I came across two people, a couple, who were debating with me, citing the Manusmriti, that women were deprived of everything in the ancient and medieval times. Then I asked them to cite the exact source, which verse, which chapter. Then they were silent. They said that they had read about this from the media, about some a communist writer who has cited source. Even that person who has written has not even cited the exact source from Manusmriti. So let me quote verse number 56 from Manusmriti, chapter 3, on how women were treated in those ancient times. So let me quote the translation part. Where women are honored, there the gods are pleased. But where they are not honored, no sacred right yields rewards. So what does this verse tell us about the Manusmriti? This is just one example. Not only in Manusmriti, but also in Vedas and in many of our ancient scriptures, women have been given a high pedestal. So, we all know about Chandragupta of the Gupta dynasty. So his wife Kumara Devi also ruled the kingdom along with her husband. The recent excavations have led to the discovery of the chariot along with in Sinoli. Along with the discovery of the chariot, weapons used by women were also found, which means around 4,500 years ago, which is carbon dated, the shields and the swords found there, the weapons found there
were carbon dated, and they are around 4,500 years old. So around 4,500 years ago, the women fought in battles along with the men in the battlefield. Then Gupta princess Prabhavati Gupta, she was the queen of Raja Rudrasena of the Vakataka dynasty of the Deccan. She also ruled the kingdom along with the king. Then there are examples from history about women having, they were given priority in choosing their grooms, like the Swayambara ceremony. We all know from the Ramayana about the Swayambara ceremony of Sitama. She married Sri Ram through the Swayambara. So there are many more examples about the Swayambara ceremonies from across the country. There is this example of a Kashmir king, Megha Bahana, marrying an Assamese princess, Amrita Prabha, some 2,500 years ago in Assam. So this details are given in Raja Tarangini by Kalhana. So when women were allowed to choose their husbands through the Swayambara ceremony, when they ruled kingdoms, when they led army in the battlefield, how could this false narrative be how could this false narrative gain ground in the media that women were deprived of everything in ancient and medieval times? And then if you visit, there are many temples spread across the country. All of these temples, ancient and medieval era temples, are actually history in stone. When we visit these temples, if you study the carvings carefully, you will come across many carvings of women engaged in battlefield exploits, women getting trained in the art of warfare, women in gymnastics, practicing gymnastics. So there are various such examples from that we can learn from the carvings, from temples. So ultimately, how do we counter this fake feminist narrative? As I told that if a falsehood is told 100 times or 1,000 times, it becomes truth. Even if you try to correct this already false narrative, then it becomes very difficult. It may take years, or we may not be able to correct it at all. So it is by countering this false narrative. Through countering only, we cannot let this false narrative achieve a platform as truth. Another example is the Aryan invasion theory, Aryan migration theory. This theory has already gained grounds not only in the media but also in the academics. It has been proven false, that the Aryan invasion or Aryan migration theory has been proved to be false, but yet in the academics we are still reading it. So the youth has already fallen prey to this false narrative. Youth has already fallen prey to this fake feminist narrative, to the fake Aryan invasion narrative, and to many other fake narratives. So it is time we at the mass level counter with facts. And the social media is a boon where we can express our opinions, we can express our views with facts. So since the last 1 decade, we have been witnessing a digital revolution. So we can use these platforms to spread the right narrative, to spread this fake narrative. And this is how we can set the narrative right. Thank you. Thank you so much, Srimati Manoshi Sinha, for your beautiful speech. Shri Colonel Benny അവർകൾ നമ്മോട് സംസാരിക്കുന്നു.
ബഹുമാനപ്പെട്ട ശ്രീ ജി കെ സുരേഷ് ബാബു, ശ്രീമതി മനോഷി സിൻഹ, ബ്രഹ്മചാരി ഡോക്ടർ ഭാർഗവറാം, സദസ്സിലിരിക്കുന്ന എല്ലാ ഗുരുതുല്യരെ, അമ്മമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച സംഘാടകർക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സൈനികർക്ക് എപ്പോഴും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ് കിട്ടാറുള്ളത് സാധാരണ. അപ്പം ഇപ്പോഴും എനിക്കും കിട്ടിയിരിക്കുന്ന ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഒന്നാമതായിട്ട് 3 പേര് എന്നെ ഇതേ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു. സമയം 1:15 ആയിരിക്കുകയാണ്, 1:15 ആയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം ശ്രദ്ധ മൊത്തം ഇനി അങ്ങോട്ടും പലരും പൊഴിഞ്ഞു പോയി, പലരും കുറച്ച് പുറത്തോട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പം നിങ്ങളെ ഉള്ളവരുടെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ള ഒരു ചാലഞ്ചിങ് ടാസ്കിലാണ് ഞാൻ പോകുന്നത്. ദീർഘമായിട്ടുള്ള ഒരു വലിയ പ്രഭാഷണം നടത്താനുള്ള ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യം 1:30-ക്ക്, കൃത്യം 15 മിനിറ്റിൽ, മാക്സിമം 10 മിനിറ്റിൽ, 10-15 മിനിറ്റിൽ അത് നിർത്താം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അപ്പം ഈ ടോപ്പിക് മാധ്യമങ്ങളിലെ ദേശവിരുദ്ധർ, ആ ടോപ്പിക്ക് ഒന്ന് മാറ്റി ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാനാണ് നോക്കുന്നത്. മാധ്യമങ്ങളിലെ ദേശവിരുദ്ധറിന് പകരം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൂടെ എന്ന് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മാധ്യമങ്ങളിലുള്ള ദേശവിരുദ്ധർ എന്ന് പറയുമ്പോൾ ദേശവിരുദ്ധർ എല്ലാ സ്ഥലത്തും ഉണ്ട്. മാധ്യമങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ദേശവിരുദ്ധർ. അപ്പം ആ ഇൻഡിവിജ്വലിനെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ബാക്കിൽ എന്താണ് നടക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം എന്നും ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ. കാരണം നേരത്തെ ഡോക്ടർ ഭാർഗവറാംജി, സ്വാമി ഭാർഗവറാംജി അദ്ദേഹം സൂചിപ്പിച്ചു, രാഷ്ട്രവിരുദ്ധം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. രാഷ്ട്രവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നു, അത് രാഷ്ട്രവിരുദ്ധമാണ്. ഡ്രഗ്സിന്റെ ഡീൽ നടക്കുന്നു, അത് രാഷ്ട്രവിരുദ്ധമാണ്. കമ്മ്യൂണിറ്റീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത ചെയ്യാനുള്ള ശ്രമം, അതും രാഷ്ട്രവിരുദ്ധമാണ്. നമ്മുടെ സംസ്കാരത്തിനെ കൊച്ചായി കാണിക്കുന്നു, അതും രാഷ്ട്രവിരുദ്ധം. അപ്പൊ പല പല രാഷ്ട്രവിരുദ്ധ കാര്യങ്ങളുണ്ട്. ഈ മാധ്യമം എന്ന് പറഞ്ഞാൽ അതിന്റെ വേർഡ് തന്നെ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം മാത്രമാണ്. മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയമാണ്, ഇറ്റ്സ് ജസ്റ്റ് എ മീഡിയം. അപ്പൊ ആ മീഡിയത്തിലൂടെയാണ് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. പക്ഷെ മീഡിയ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനെ 1 നിന്ന് 10-ലേക്കും 10-ൽ നിന്നും 0-ലേക്കും ആക്കാനുള്ള ഒരു ശേഷി മാധ്യമത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ മാധ്യമം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇനി മാധ്യമം തന്നെ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മീഡിയ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. ഇപ്പം അവിടെ നിൽക്കുന്ന ആ ചേച്ചി, ഇപ്പോഴും മൊബൈൽ നോക്കുന്ന ആ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർ? ആദ്യം ശ്രീ ജി കെ ബാബു ഒക്കെ വളരെ മുതിർന്ന ജേർണലിസ്റ്റാണ്. ആദ്യം ന്യൂസ് പേപ്പറിൽ വരുന്ന സ്റ്റോറീസ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുമായിരുന്നു. ആദ്യം ഒരു കഥ വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ ആദ്യ ഡ്രാഫ്റ്റ് ആണെന്ന് പറയുമായിരുന്നു. ഇന്ന് ട്വീറ്റ്സ് ആർ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് മാറുന്നത്. അതായത് ഒരു ട്വീറ്റ്, നേരത്തെ സ്വാമിജി നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ ഒരു ട്വീറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ആ രീതിയിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട്. അപ്പൊ ട്വീറ്റ്സ് ആർ ദ ന്യൂ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്ന് വരുമ്പോൾ നമ്മൾ എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. ഒരു യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് ചെയ്യുന്ന വ്യക്തി പോലും ഒരു കമന്റ് എഴുതുന്നത് ഒരു വ്യക്തമായ ധാരണയിൽ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉദ്ദേശം കൊണ്ടാവാം. അപ്പം പണ്ട് പേന മാത്രമേ ഉള്ളായിരുന്നു ശക്തിയെങ്കിൽ ഇന്ന് സ്മാർട്ട് ഫോണിലുള്ള എല്ലാവരും ശക്തിയുള്ളവരാണ്. അതുകൊണ്ടാണ് അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്ന് പറയാം. അത് ഡാറ്റ ഉള്ളവർക്ക് ശക്തി ഉണ്ട് എന്ന് പറയാം. ബട്ട് ഡാറ്റ ഈസ് ഓൾസോ എ ഫോം ഓഫ് ഇൻഫർമേഷൻ ആണത്. അപ്പൊ ഇൻഫർമേഷനെ കൊണ്ട് ബിസിനസ് ചെയ്യാമെങ്കിൽ ഇൻഫർമേഷനെ കൊണ്ട് അതിനെ വെപ്പനൈസും ചെയ്യാം, ഇൻഫർമേഷനെ കൊണ്ട് ആയുധമാക്കാം എന്നുള്ള രീതിയിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ മാധ്യമങ്ങളിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ നടത്താം എന്നുള്ള ഒരു ആശയം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ശ്രീ ജി കെ ബാബുക്ക് വളരെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ സമകാലീനം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ ബാക്കിൽ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആരെങ്കിലും മനസ്സിലാവാം,
അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മനസ്സിലാവാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് വെളിയിൽ ശത്രു അല്ലെങ്കിൽ നമ്മൾ നന്നാവരുത് എന്ന് ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം, ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ആവാം, മതപരമായിട്ടുള്ള കാര്യങ്ങളാവാം. ഭാരതം വളർന്നു കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഭീതിയാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പം ആ രാജ്യങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ എന്ത് ചെയ്താൽ നമ്മൾ വളരരുത് എന്നുള്ളൊരു നാച്ചുറൽ പ്ലാനിങ് ആണ്. ഇത് ഇപ്പോഴും തൊട്ടേ അല്ല, പണ്ട് ചാണക്യൻ 3rd century BC തൊട്ടേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒറിജിനേറ്റർ കാണും. ഒരു ഒറിജിനേറ്റർ ഉണ്ട്, ഇനി ഒരു ടാർഗറ്റ് വേണം. ടാർഗറ്റ് നമ്മൾ നേരത്തെ ഇപ്പൊ സൈന്യമാണെങ്കിൽ സൈന്യം തന്നെയാണ് ടാർഗറ്റ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ടാർഗറ്റ് ആവാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുതിയ മാധ്യമ രീതി, വെൻ എവ്രി വൺ ഇസ് എ ജേർണലിസ്റ്റ്, ടാർഗറ്റ് നമ്മൾ എല്ലാവരുമാണ്, പൊതുസമൂഹമാണ് ടാർഗറ്റ്. എവ്രി വൺ ഇസ് എ ടാർഗറ്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ഇന്റലക്ച്വൽ ആണ്, എന്നെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സോറി സർ, നമ്മളെല്ലാവരും ടാർഗറ്റ് ആണ്. സോ ദർ ഇസ് എൻ ഒറിജിനേറ്റർ, ദർ ഇസ് എ മീഡിയം. ആ മീഡിയം ആണ് ഇന്ന് ന്യൂസ് ചാനൽസ് ആയാലും ശരി, ന്യൂസ് പേപ്പേഴ്സ് ആയാലും ശരി, സോഷ്യൽ മീഡിയ ആയാലും ശരി, ഇതെല്ലാം ഒരു മീഡിയം ആണ്. ആൻഡ് ദെൻ ദർ ഇസ് എ ടാർഗറ്റ്. അപ്പൊ ആ ടാർഗറ്റ് ഓഡിയൻസ് കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കുക? ഇപ്പം പുതിയ രീതിയിൽ വെറും ഒരു കൈനറ്റിക്, അതായത് നമുക്കൊക്കെ അറിയാം, യുദ്ധം നടക്കുന്നു, രണ്ട് സൈഡിൽ സൈന്യമുണ്ട്, അവർ രണ്ടൊരു ഫൈറ്റ് ചെയ്യുന്നു, ബോർഡർ വളരെ ക്ലിയർ ആയിട്ട് ഡിമാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടിക്കും, അങ്ങോട്ട് പോയാൽ. ഇന്നത്തെ രീതി അതല്ല. ഇതെന്താ ഒരു ഹൈബ്രിഡ് ഫോം. അതായത് ഏത് നേരവും ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് എത്തുക? ഇപ്പൊ നമ്മളെല്ലാം മൊബൈൽ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരന്തരമായിട്ട് ഇൻഫർമേഷൻ ഒരു പ്രത്യേക രീതിയിൽ ചാനലൈസ് ചെയ്താൽ നമ്മളെ മനസ്സിൽ മാറ്റം സംഭവിക്കും, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയുമാണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഫേസ്ബുക്ക് എടുക്കുക. നമ്മളെ ചോയ്സ് എന്താണ് എന്നുള്ള രീതിയിലാണ് അവിടെ ഫേസ്ബുക്ക് വരുന്നത്. വരുന്ന പുതിയ വരുന്നത് നമുക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിലുള്ള കാര്യമാണ് വരുന്നത്. നമ്മളൊരു മാർക്കറ്റിംഗ് ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് പോലും നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത് അതിന്റെ ചോയ്സസിന്റെ ബേസിൽ വീണ്ടും അതേ രീതിയിലുള്ള കാര്യം വരും. അതായത് സംബഡി ഈസ് റീഡിങ് അവർ മൈൻഡ്സ്. ഇപ്പൊ ഓഫ് കോഴ്സ് AI ആർട്ടിഫിഷ്യൽ ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് എന്താണ്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ കാര്യം തന്നെ നമ്മളെ പറഞ്ഞ് വീണ്ടും നമ്മൾ അപ്പൊ ഡെയിലി നമ്മൾ മൊബൈൽ കാണുകയാണ്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരിക്കുകയാണ്, മറ്റുള്ള ന്യൂസ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റഡി കണ്ടത് ഇങ്ങനത്തെ ന്യൂസ് അല്ലെങ്കിൽ ഇന്നലത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹേട്രേറ്റ് ആയിട്ടുള്ള, അതായത് വിഷം ഉള്ള ന്യൂസുകളാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിദ്വേഷം എന്ന് പറയുന്ന ആ ന്യൂസ് കാണുകയും അത് ഷെയർ ചെയ്യാനും ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഫേസ്ബുക്കിന്റെയും മറ്റുള്ള സ്റ്റഡീസിലും വരുന്നുണ്ട്. അതിലൂടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂസും കിട്ടുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ പൈസയും കിട്ടുന്നത് അതിലൂടെയാണ്. അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രത്തിനെ തകർക്കണമെങ്കിൽ ബോർഡേഴ്സിൽ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഉള്ളിൽ നിന്ന് തകർക്കാൻ മാധ്യമം അല്ലെങ്കിൽ മീഡിയയെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ നിരന്തരമായിട്ട്, ഞാൻ പറഞ്ഞ പോലെ, ഇതുപോലത്തെ ഇൻഫർമേഷൻസ് വരാണ്. അതായത് നമ്മളെ ഭാരതത്തിന്റെ സ്ട്രെങ്സ് എന്താണെന്ന് നോക്കാം, നമ്മളെ ശക്തി എന്താണെന്ന് നോക്കാം. നമ്മളെ ഡെമോക്രസി ആദ്യം ഒരെണ്ണം എടുക്കാം. ഡെമോക്രസി നമ്മുടെ സ്ട്രെങ്ത് ആണ്, ശക്തിയാണ്. നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഏറ്റവും ഡെമോക്രസി ഇവിടുന്ന് തന്നെയാണ് പോയത് എന്ന് വരെ നമ്മൾ അറിയാം. നമുക്ക് അതുപോലത്തെ ഒരു, പക്ഷെ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ന്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക തരം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ട് വന്നില്ലെങ്കിൽ EVM മെഷീൻസ് ആർ ഫോൾട്ടി. ഇലക്ഷൻ കമ്മീഷന്റെ ചോദ്യം ചെയ്യാം, ഇലക്ഷൻ കമ്മീഷൻ എന്തിനാണ് ഇപ്പൊ തന്നെ വെച്ചത് ഇലക്ഷൻ, എന്തുകൊണ്ട് 10 ദിവസം മുമ്പ് വെച്ചില്ല? എന്തിനു വേണ്ട? ഗൽവാൻ താഴ്വരയിൽ അവിടെ ഒരു 2020 കോൺഫ്ലിക്ട് നടന്നപ്പം ബീഹാർ റെജിമെന്റിന്റെ സോൾജേഴ്സ് ആയിരുന്നു. അപ്പൊ ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അതുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോയി എന്ന് വരെ ആളുകൾ പറഞ്ഞു. അപ്പൊ വാട്ട് ഹാപ്പൻസ്? നമുക്ക് എന്ത് പറ്റും? അപ്പൊ നമ്മൾ ഇലക്ഷൻ കമ്മീഷനും നമ്മൾ വിചാരിക്കുന്ന നമുക്ക് അത്ര വിശ്വാസം പറ്റുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ അതുകൊണ്ടെന്ന് ഈ സാധാരണക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇനി ഞാൻ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകണോ എന്നുള്ള ചിന്തയും വരും. അപ്പൊ ആ വിശ്വാസം ഇല്ലായ്മ വരുന്നുണ്ട്. ഇനി രണ്ടാമത് നമുക്ക് എടുക്കാം, നമ്മുടെ മിലിറ്ററി എടുക്കാം. മിലിറ്ററി അഗെയിൻ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ശക്തി തന്നെയാണ്. പണ്ടൊക്കെ ഒരു മിലിറ്ററി ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും. അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആയാലും ശരി, വാജ്പേയിജിയുടെ ഗവൺമെന്റ് ആയാലും ശരി, ആരുടെ ഗവൺമെന്റ് ആയാലും ശരി, ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും ചോദ്യം ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ്? ഒരു ഓപ്പറേഷൻ ചെയ്തു, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു.
ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പറഞ്ഞത് എയർ ചീഫ് മാർഷലാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഉടനെ ചോദ്യം വന്നു, വേർ ഇസ് ദ പ്രൂഫ്? എവിടെ പ്രൂഫ്? അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകളുടെ എങ്കിലും മനസ്സിനകത്ത് കയറുമോ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതി. ഇനി മൂന്നാമത്തെ ഒരു സ്ട്രെങ്തും കൂടെ എടുക്കാം, നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് ഇന്ത്യ വലിയ രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചില ന്യൂസുകൾ വരും, നമുക്ക് ചില ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാലോ, സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് രീതിയിലേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് വരും, നോക്ക് എത്രയും പാവപ്പെട്ടവർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, ഇത്രയും ആളുകൾ ഇപ്പോഴും വളരെ വിഷമത്തിലാണ് കഴിയുന്നത്, അവരെ ഒന്നും നടന്നിട്ടില്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാത്രമേ ഇവിടെ അദാനി അംബാനി എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റും, വീണ്ടും നമ്മളെ മനസ്സിനകത്ത് കയറും ഈ എക്കോണമി ആക്ച്വലി അത് സർവൈവ് ചെയ്യോ ഇല്ലയോ എന്നുള്ള. അങ്ങനെ ഓരോന്ന് ലാസ്റ്റ് ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം, അത് നമുക്ക് ധാരാളം ഉണ്ട്. ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറി അഗെയിൻ നമ്മുടെ സ്ട്രെങ്ത് തന്നെയാണ്. നമ്മുടെ ജുഡീഷ്യറി വളരെ, അതായത് ഡിലേ ഉണ്ടാവാറുണ്ട് ഒക്കെ ശരിയാണ്, പക്ഷെ എന്നാലും അവിടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ന്യായാധിപർ കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ ജുഡീഷ്യറിയുടെ പോലും ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കരുതെന്നല്ല, പക്ഷെ ചില പ്രത്യേക രീതിയിലുള്ള ന്യൂസുകൾ വരും, ചില പ്രത്യേക ആർട്ടിക്കിൾസ് വരും, ചില പ്രത്യേക രീതിയിലുള്ള ജസ്റ്റിസുമാരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിധി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വിധി അവർക്ക് സ്വീകാര്യത അല്ലെങ്കിൽ അതിനെ ഫുൾ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ഇൻഫോർമേഷൻ വാർഫെയർ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഞാൻ പറയുന്നത് വിശ്വസിപ്പിക്കുകയല്ല, നിങ്ങളെ കൊണ്ട് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്, ജഡ്ജ് പറഞ്ഞാലും വിശ്വസിക്കരുത്, GK പറഞ്ഞാലും വിശ്വസിക്കരുത്, ഞാൻ പറഞ്ഞാലും വിശ്വസിക്കരുത്, ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്, പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞാലും. അപ്പൊ എന്ത് പറ്റും, നമ്മളെ ഇപ്പം യങ്സ്റ്റേഴ്സ് ആണ് നമ്മളെ രാജ്യത്തിൽ കൂടുതൽ. നമ്മളെ ഒരു മീഡിയൻ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മളെ 28 വയസ്സാണ്. അപ്പൊ ആ യങ്സ്റ്റേഴ്സിന്റെ മൈൻഡിൽ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ അത് നടന്നിട്ടുണ്ടോ, നമ്മളെ എക്കോണമി ഇംപ്രൂവ് ആവോ ഇല്ല അറിയത്തില്ല, നമ്മളെ മിലിറ്ററി ചെയ്യുന്നുണ്ടോ ഇല്ല അറിയത്തില്ല, ജുഡീഷ്യറി ഞാൻ അവിടെ പോയാൽ എനിക്ക് നീതി കിട്ടുമോ ഇല്ല അറിയത്തില്ല എന്നുള്ള രീതിയിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ മനസ്സിനകത്ത് ഇങ്ങനെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഘർഷത്തിനെ ഒന്ന് ചാനലൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തുകയാണെങ്കിൽ ഈ യുവതലമുറകളെല്ലാം തെരുവിലേക്ക് ഇറങ്ങും, അവരെല്ലാം തെരുവിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്നതിന്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് നമ്മൾ CA ബില്ല് വിരുദ്ധ സമരവും കർഷക വിരുദ്ധ സമരവും കണ്ടത്. അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം ഒന്നും ചീത്തതല്ല എന്ന് ഒരിക്കലും പറയത്തില്ല, പ്രക്ഷോഭങ്ങളൊക്കെ നല്ലത് വേണം. പക്ഷെ ഈ യഥാർത്ഥ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് വരെ ഇതുപോലത്തെ മാനസികാവസ്ഥയിലേക്ക് മാറ്റി ആളുകളെ ഇപ്പൊ നമ്മൾ ശ്രീലങ്കയിൽ കാണുന്നുണ്ട്, ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നുണ്ട്, ഇതേപോലത്തെ തെരുവിലേക്ക് ഇറങ്ങി വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കർഷക സമരം. നല്ല രീതിയിലുള്ള ഒരു ബില്ല് സമരം കൊണ്ട് അല്ലെങ്കിൽ പ്രക്ഷോഭം കൊണ്ട് ആളുകൾ എങ്ങനെ മാറ്റിയെടുത്തു. അപ്പൊ രാഷ്ട്രവിരുദ്ധമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത് അവർക്കറിയാം. അതുപോലെ തന്നെ ഒരു സ്റ്റഡി നടന്നിട്ടുള്ളതിനകത്ത് 3.5% മാത്രം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വലിയ മാറ്റം വരും. ഇവിടെ ശബരിമല സമരം നടന്നപ്പോൾ അമ്മമാര് ഇറങ്ങിയത് 3.5% പോലും ഇല്ലായിരുന്നു എന്ന് നമ്മൾ, എന്നിട്ട് പോലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ പുതിയ രീതിയിലുള്ള മാധ്യമങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, എങ്ങനെ സ്വാധീനിക്കാം ആ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ചെറുപ്പക്കാരായിട്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻസ് ബിൽഡ് ചെയ്ത് അവരെ ഗവൺമെന്റ് അഗെയിൻസ്റ്റും രാഷ്ട്രത്തിന്റെ അഗെയിൻസ്റ്റും നമ്മളെ കൾച്ചറിന്റെ അഗെയിൻസ്റ്റുമായിട്ട് മാറ്റി അവരെ തെരുവിലേക്ക് കൊണ്ടുവരാ എന്നുള്ള ഒരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് മാധ്യമങ്ങളിലൂടെ, മീഡിയ, സോഷ്യൽ മീഡിയ, എല്ലാ മീഡിയയിലും ഉണ്ട് എന്നുള്ളതും അത് ചിലർ അറിഞ്ഞും ചിലർ അറിയാതെയും അതിനകത്ത് ഒരു പാട്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയത്തിന്റെ ഇതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി വേണമെങ്കിലും എനിക്ക് സംസാരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ 1:29 ആയി, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വിളിച്ച സംഘാടകർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. ഈ നടന്ന 4 പ്രസംഗങ്ങളിൽ സ്വാമിജി പോയി, ബാക്കി 3 പേരുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് നമുക്ക് ചോദിക്കാം. അത് കൃത്യമായിട്ട് ചോദ്യം ആയിരിക്കണം, ഒരു പ്രസംഗരൂപമാവരുത്, കൃത്യമായ ചോദ്യം.
Namaskaram. I will ask the question in English so that you can also answer. So the question is now, primarily, there are three enemies of Sanatana Dharma. One, it is George Soros and his foundation and their allies. Two, it is Project Joshua or Project Telosonika. And three, it is Ghazwa Hind and its allies. So the question is like, what are the practical solutions to counter such kind of powerful forces which are attacking us for ages or decades? Actually, the root of the problem lies in our education system. Since childhood, when a child keeps reading about the glories of the invaders and about the losses since the last 1000 years, say from the 8th century, then about certain fake narratives like the Aryan invasion theory, etc., etc. So the mindset is already set for all such fake narratives, as well as you said, the George Soros Foundation and all, they fund such narratives, false propaganda and everything. They also invest a lot to spread these fake narratives and pull the youth towards their narrative. So number one, this education system should be set right. Number two, as I have told that we have this digital platform to our advantage. So we can use the digital platforms, the social media platforms, to spread awareness about all of this, social evils or about the enemies. And number three, they invest a lot in our ecosystem to spread their narrative. So even we Hindus should also come forward in spending to spread the right narrative. They will add more. I'm basically from Mumbai. The thing is that the Indian Army, it has been always a soft target in some parts of the nation, especially in Kerala. Though the children may be aware about the sacrifices made by the greatest pillar of India, still I feel there is a big gap to be filled to create patriotism and respect for the army. Can this ex-service men or other groups where to the colonel? Thank you for the question, sir. I agree with you partially that yes, definitely there is, at times we do see there is an attempt to target this army, especially in some states. But I also believe that that may not be the entire truth, because if you go into the villages, if you go into the remote places of India, anywhere, even including Kerala, you will find that there is tremendous respect for the armed forces, and the respect is genuine. Number one point, that is the first point. So that's what I said. It is more of a perception, because if you target the armed forces, it is armed forces are symbol of nationalism. So you're targeting one of the symbols of nationalism. Other than that, can the ex-servicemen do anything? I think these kind of things, like earlier, I think ma'am also mentioned,
that patriotism, nationalism, our culture, these are imbibed from our own families, first and foremost. So therefore, and these are, I believe that these should not be thrust upon, they should come voluntarily. And I think that's happening. Many organizations today in India are taking up that on their own, and within the families, we see a lot of things happening. So rather than being a enforced thing, I think automatically, if it comes, I think that is what is happening. And I can, with great sense of humility, I can say that it is happening. I've seen it myself. And there are people, there are many, like for Ranjit, Israelis come all the way from Katagada to see me. So there is that genuine respect is there, and people do have that because they know what it means to serve. They know the sacrifice, they know what it means. So I think we are in safe wicket. Thank you very much. ചോദ്യങ്ങൾ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സദസ്സിനെ നന്ദി രേഖപ്പെടുത്താൻ ഇതിൻ്റെ കൺവീനർമാരിൽ ഒരാളായ ശ്രീ NB പത്മകുമാറിനെ ആദരവോട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ നമസ്കാരം. അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് 2ാം സെക്ഷനിൽ വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇവിടെ സംസാരിച്ചതും ചർച്ച ചെയ്തതും. വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ദിവസങ്ങളോളം തന്നെ ചർച്ച ചെയ്താൽ തീരാത്ത വിഷയമാണ്. അത്രയധികം പ്രാധാന്യവും സമകാലിക വിഷയങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ശ്രീ GK സുരേഷ് ബാബു, അദ്ദേഹത്തെ നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയതിന് അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൻ്റെ പേരിൽ ഹാർദവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വേദി വിട്ടുപോയി എങ്കിലും സന്യാസി ബ്രഹ്മചാരി ഡോക്ടർ ഭാർഗവറാംജി, അദ്ദേഹത്തെയും അനന്തപുരി ഹിന്ദു സമ്മേളനത്തിന് പേരുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി താങ്ക് യു ശ്രീമതി മീനാക്ഷി സിൻഹ ഫ്രം UP. താങ്ക് യു മാഡം, ശുക്രിയ. അടുത്തതായി നന്ദി രേഖപ്പെടുത്തേണ്ടത് ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച കേണൽ ഡെന്നിസ് സാറിനാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രോഗ്രാം ശ്രമിച്ച ഓരോ വ്യക്തികൾക്കും അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. വന്ദേ മാതരം. സെമിനാറോട് അവസാനിക്കുന്നു. അടുത്ത സെമിനാർ ആരംഭിക്കുന്നത് 2:30 മണിക്കാണ്. ക്ഷേത്രങ്ങളും ഭക്തജനങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതാണ് വിഷയം. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്നിവരാണ് ആ വേദിയിൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.